നമസ്കാരം. ശബരിമല വിഷയം ഇങ്ങനെ ആളിക്കത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കേരളമൊക്കെ വിട്ടതങ്ങ് ലോക്സഭയിലേക്ക് എത്തിയിട്ടുണ്ട്. സത്യത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുകയും ആ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മൂർധന്യത്തിലേക്ക് എത്തുമ്പോൾ ശബരിമല ആയിട്ട് വന്ന വിഷയങ്ങളൊക്കെ ചിലപ്പോൾ എല്ലാവരും മറക്കുന്ന പോലെ അല്ലെങ്കിൽ മറവിയിലേക്ക് കൊണ്ടുപോകുന്നവരായി. അന്വേഷണം തന്നെ മന്ദഗതിയിലായി. ഈ അന്വേഷണത്തിൽ യഥാർത്ഥത്തിൽ എത്തപ്പെടേണ്ട യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിയില്ല എന്നുള്ളതടക്കം വലിയ അഭിപ്രായങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇവിടെയൊക്കെയാണ് ഇപ്പോൾ ലോക്സഭയിൽ വരെ ഇത് ചർച്ചയായ വേളയിൽ ഇനി അത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കേണ്ട തരത്തിലേക്ക് എത്തപ്പെടുന്നത്. കാരണം ഇവിടുത്തെ അന്വേഷണം ഇങ്ങനെ മന്ദഗതിയിലാകുന്നത് കൊണ്ടാണോ അത്തരത്തിൽ കേന്ദ്ര ഏജൻസികൾ വരട്ടെ എന്ന് ചിന്തിക്കേണ്ടി വരുന്നത്? കേന്ദ്ര ഏജൻസി തീർച്ചയായിട്ടും ഇതിൽ ഇടപെടേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കേരളത്തിൽ എടുത്തിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളും അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണങ്ങളിലുമൊക്കെ നമ്മളുടെ ഇന്ത്യൻ പീനൽ കോഡ് അല്ലെങ്കിൽ പുതിയ ഭാരതീയ ന്യായ സംഹിത ആ സംഹിതയിലുമൊക്കെ ഉള്ള വകുപ്പുകൾ അനുസരിച്ച് കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന് പറയുന്ന 467 എന്തോ ആണ് ആ ഒരു വകുപ്പ് ഉൾപ്പെടെ ഈ കേസിനകത്തുണ്ട്. അപ്പൊ അതിന്റെ തുടരന്വേഷണങ്ങളും നടപടികളും ഒക്കെ നടപ്പിലാക്കേണ്ടുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികളാണ്. അപ്പൊ ED എന്തായാലും ഇതിനകത്ത് ഇടപെടേണ്ടുന്ന ഒരു ഘട്ടം ആയിട്ടുണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ ഇതിന് വരുന്ന വലിയ ഒരു ശ്രദ്ധ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് വൻ നേട്ടവും NDAക്ക് താരതമ്യേന നില മെച്ചപ്പെടുത്താനും എന്നേ നമ്മൾക്ക് സത്യസന്ധമായി പറയാൻ കഴിയും. അവർക്ക് അതിനും കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് കേന്ദ്രത്തിന് ഈ ശബരിമല തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള വിജയത്തിന് പ്രയോജനം ചെയ്തു എന്നുള്ള ഒരു തോന്നൽ വരും. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നേരത്തെ കാണിച്ച ഒരു നിസ്സംഗത അല്ലെങ്കിൽ ഒരു മെല്ലെ പോക്ക് ഒന്ന് മാറിക്കിട്ടും. കുറച്ചുകൂടി ഒരു ഊർജ്ജസ്വലത അതിനകത്തുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾക്ക് കരുതാൻ കഴിയുന്നത്. പക്ഷെ അപ്പോഴും ഒരു കാര്യമുള്ളത്, ഈ മുൻകാലങ്ങളിൽ ഇതേപോലെ വരിയായി നിന്ന് EDയും SFIOയും അതുപോലെയുള്ള സർവ്വ സംവിധാനങ്ങളും ഈ കേരളത്തിൽ വരികയും വന്നതിനേക്കാൾ വർദ്ധിത വേഗത്തിൽ വെറും കൈയോടെ ഒന്നും ചെയ്യാതെ മടങ്ങിപ്പോവുകയും ചെയ്ത ഒരനുഭവവും ഇവിടെ ജനങ്ങൾക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് സത്യസന്ധമായിട്ടാണ് EDയും കേന്ദ്രവുമൊക്കെ ഇതിനകത്ത് ഇടപെടുന്നതെങ്കിൽ നല്ലത് തന്നെയാണ്. പിന്നെ ഏറ്റവും വലിയ സംതൃപ്തി അതിനകത്തുള്ളത് ഈ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ നിലപാടും ആ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഒരു സത്യസന്ധതയുമായിരുന്നു. പക്ഷെ അതൊരു പരിധി കഴിഞ്ഞപ്പോൾ വൻ തോക്കുകളിലേക്ക് അടുക്കുന്നു എന്ന് കണ്ടപ്പോൾ അവരുടെ ഊർജ്ജസ്വലതയും അവരുടെ വേഗതയും ഒക്കെ അതിനേക്കാൾ മന്ദഗതിയിലായി പോയോ എന്ന് കേരളത്തിലെ മുഴുവൻ അയ്യപ്പ ഭക്തരും സംശയിക്കുന്നു. അതെ അതെ അതെ. കാരണം കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ഈ വിഷയം കൂടി ഉന്നയിച്ചതിന് ശേഷം ഇന്നിപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ മുരാരി ബാബുവിനെയും ഒപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിക്കുകയാണ് പോലീസ്. കാരണം ഈ നമ്മൾ ആദ്യം സൂചിപ്പിച്ചത് ഇത് യഥാർത്ഥ പ്രതികളിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല. ഇങ്ങനെ വട്ടം ചുറ്റി നമ്മൾ പോറ്റിയിലെത്തുന്നു, മുരാരി ബാബുവിലെത്തുന്നു, സുധീഷ് കുമാറിലേക്ക് വരുന്നു, വാസുവിലേക്ക് എത്തപ്പെടുന്നു, പിന്നെ പത്മകുമാർ എന്നിങ്ങനെ ഉള്ളവരെ ഇങ്ങനെ നിരനിരയായി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് നമ്മൾ ഡെയിലി കണ്ടതാണ്. ഇത്രയും പേരെ പെട്ടെന്ന് ഈ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തെത്തുന്നു. പക്ഷെ അതിനുശേഷം യഥാർത്ഥ പ്രതികൾ ഇനിയുമുണ്ട്. മൊഴികൾ വരുമ്പോൾ നമുക്കറിയാം ഈ വാസു ആണെങ്കിലും പത്മകുമാർ ആണെങ്കിലും പ്രശാന്ത് ആണെങ്കിലും ഇന്നത്തെ മന്ത്രി വാസവനും മുൻനിരത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഒക്കെ ഇതിനകത്ത് ഭാഗവാക്കാണോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയങ്ങൾ നിഴലിക്കുമ്പോഴാണ് അന്വേഷണം മന്ദഗതിയിലാകുന്നത്. ഇനിയും അപ്പോൾ അന്വേഷണം ഇവരിൽ നിന്ന് മാറ്റി CBI എന്ന് പറയപ്പെടുന്ന കേന്ദ്ര ഏജൻസികളിലേക്ക് എത്തേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടോ, അതോ ഹൈക്കോടതിയുടെ ഇടപെടലിലൂടെ പോകുന്ന അന്വേഷണം ആയതുകൊണ്ട് ഈ അന്വേഷണം യഥാർത്ഥ പ്രതികളിലേക്ക് എത്തുമെന്ന് തോന്നുന്നുണ്ടോ? അവിടെ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതും വിശ്വസിക്കുന്നതും ഈ അന്വേഷണ ഏജൻസിയുടെ പേര് എന്ത് എന്നുള്ളതിൽ ഒരു പ്രസക്തിയില്ല. അന്വേഷണ ഏജൻസി കേരളത്തിൻ്റെതാണോ കേന്ദ്രത്തിൻ്റെതാണോ എന്നതിനും പ്രസക്തിയില്ല. ആകെ അവിടെ പ്രസക്തി ഉണ്ടാകുന്നത് ശ്രീ അയ്യപ്പൻ എന്ന ആ വലിയ സങ്കല്പത്തെയും വിശ്വാസത്തെയും ചതിച്ച, അത് തുടർച്ചയായി വൻ തോതിൽ ആ വലിയ ആ ദിവ്യത്വം തന്നെ ഇല്ലാതാക്കുന്ന ഇത്രയും കൊടും ക്രൂരത ചെയ്തിട്ട് അതിന് ഇടവരുത്തിയ യഥാർത്ഥ വ്യക്തികൾ, അതിനി ആര് തന്നെ ആയിക്കൊള്ളട്ടെ, എത്ര ഉന്നതരായാലും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതിന് ഈ സംവിധാനങ്ങൾ
പ്രയോജനപ്പെടുമോ എന്നുള്ളതാണ്. അല്ലാതെ ഇപ്പോ CBI അന്വേഷിച്ച എല്ലാ കേസുകളിലും യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തിയെന്നോ കേരളം അന്വേഷിച്ചതിലെ ഒരു കുറ്റവാളിയെയും കണ്ടെത്തിയില്ലെന്നോ ഒക്കെ നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ കഴിയുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ ഇവിടെ നമ്മളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇതിപ്പോൾ ചെറിയ ആരുടെയെങ്കിലും തലയിൽ കൊണ്ടുവച്ച് കെട്ടി ഇത് അവസാനിപ്പിക്കാനായിരുന്നെങ്കിൽ എന്നെ പോയേനെ. അല്ല, ഇതിനകത്ത് ഒരു സംശയം ഉണ്ടാകുന്ന എത്രയേ ഉള്ളൂ. ഈ കേരള പോലീസിന്റെ അന്വേഷണം അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണമുണ്ട്, അതിൽ കോടതിയുടെ ഇടപെടലുമുണ്ട്. അതുകൊണ്ടാണ് ഇതുവരെ ഉള്ളവരെ എത്തിയത് എന്നുള്ളത്. പക്ഷെ എങ്കിൽ കൂടിയും ബാക്കിയുള്ളവരിലേക്ക് എത്താൻ കഴിയാതായി പോകുന്നതും ഇവിടെ ഭരിക്കുന്ന പാർട്ടിക്കാർ തന്നെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ആ ഭരിക്കുന്ന പാർട്ടിക്കാരിലെ മുൻ മന്ത്രിമാരടക്കമുള്ളവർ ഇതിനകത്ത് ഭാഗഭാക്കായിരുന്നു. ഏതെങ്കിലും തരത്തിൽ കള്ളന്മാർക്ക് കൂട്ടുനിന്നോ, അല്ലെങ്കിൽ യഥാർത്ഥ കള്ളന്മാർ ഈ പറയുന്ന മുൻ മന്ത്രിമാരോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടവരാണോ എന്നൊക്കെ വലിയ സംശയം പൊതുസമൂഹത്തിനുണ്ട്. അപ്പൊ അത് നിവർത്തിച്ചു കൊടുക്കേണ്ടതിന്റെ ബാധ്യത അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയപ്പെടുന്നത് ഈ സർക്കാരിനാണ്, അല്ലെങ്കിൽ ഇതിന്റെ അന്വേഷണ ഏജൻസികൾക്കാണ്. ആ അന്വേഷണ ഏജൻസികളെ ഇവർ കൂച്ചുവിലങ്ങിടുകയാണെങ്കിൽ, ഭരണകക്ഷികൾ ഇടുകയാണെങ്കിൽ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ആൾക്കാരുടെ സങ്കടം. അതെ. അപ്പോൾ അയ്യപ്പ ഭക്തരുടെ അടക്കം ആ സങ്കടം തീർക്കേണ്ടത് ചിലപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയായിട്ടുള്ള BJPക്കും RSSനും ഒപ്പം തന്നെ മോദിക്കും ഒക്കെ വളരെ വേണ്ടപ്പെട്ടതാണ് വിശ്വാസികൾ എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ടൊരു അന്വേഷണത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കി കേന്ദ്ര ഏജൻസികളിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ആ കേന്ദ്ര ഏജൻസികൾ, ഇപ്പോൾ CBI വരികയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അന്വേഷണ ഏജൻസി വരികയോ ചെയ്യട്ടെ, ആ ഏജൻസികൾക്ക് ഇവിടെ നിന്നൊരു സമ്മർദ്ദം, അതായത് ഈ നമ്മുടെ കേരളത്തിൽ നിന്നൊരു സമ്മർദ്ദം ഉണ്ടാകുന്നില്ല എങ്കിൽ അന്വേഷണം കാര്യക്ഷമമായി നടപ്പാക്കാൻ കഴിയും. ഒപ്പം ഈ പറയുന്ന മുൻ മന്ത്രിമാരോ അല്ലെങ്കിൽ അവർക്ക് മുകളിലുള്ളവരോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മന്ത്രിമാരോ മുൻ പ്രസിഡന്റുമാരോ ആരെയാണോ അറസ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആരാണോ ഇതിനകത്ത് ഇടപെട്ടിട്ടുള്ളത് അവരെ കണ്ടുപിടിക്കാൻ കഴിയും, അവർ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയും. അതാണ് CBI വരട്ടെ എന്ന് പറയുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. CBI വന്നാലുള്ള ഒരു നേട്ടം, അതിന്റെ ഉദ്യോഗസ്ഥർക്ക് സംസ്ഥാന സർക്കാരിനകത്ത് നിന്നും ഒന്നും ഭയക്കേണ്ടതായിട്ടില്ല. ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത്, എത്ര വലിയ പോലീസ് ഉദ്യോഗസ്ഥരാണെന്നൊക്കെ നമ്മൾ പറഞ്ഞാലും, അവർ IPS റാങ്കിലുള്ളവർ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലാണെന്നൊക്കെ പറഞ്ഞാലും, കേരളത്തിൽ കഴിഞ്ഞ കുറെ നാളുകൾ കൊണ്ട് സംഭവിച്ചത് നമ്മൾക്കറിയാം. ശ്രീ TP സെൻകുമാർ എന്ന DGP ആകാൻ സുപ്രീം കോടതിയിൽ വരെ പോകേണ്ടി വന്നു. ആ പോയിട്ട് സുപ്രീം കോടതി വിധിച്ചിട്ട് പോലും അദ്ദേഹത്തിനെ പോലീസ് ചീഫായിട്ട് നിയമിക്കാനെടുത്ത ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. രണ്ടാമത് ശ്രീ ജേക്കബ് തോമസ് IPS എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനോട് ഈ ഗവൺമെന്റ് കാണിച്ച സമീപനങ്ങൾ നമ്മൾക്കറിയാം. അദ്ദേഹത്തിനെ ഗുഡ് ബുക്കിലൊക്കെ ആദ്യം കൊണ്ടു നടന്നെങ്കിലും പിന്നെന്തോ അവരുടെ ഏതോ വൻ തോക്കിന്റെ നേരെ കൈ ഓങ്ങിയപ്പോഴാണ്, വിരൽ ചൂണ്ടിയപ്പോഴാണ് അദ്ദേഹത്തെയും പീഡിപ്പിക്കപ്പെട്ടു. സിസ തോമസ് എന്ന് പറയുന്ന ഒരു വൈസ് ചാൻസലർ പെട്ട പാട് നമ്മൾക്കറിയാം. ഇപ്പോഴും അവരെ പെടുത്തിക്കൊണ്ടിരിക്കുന്ന അറിയാം. അപ്പോൾ എത്ര ഉന്നത ഉദ്യോഗസ്ഥരാണേലും സംസ്ഥാന ഗവൺമെന്റിനെ പിണക്കിയാൽ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള വലിയ സന്ദേശം ഉള്ളത് കൊണ്ടായിരിക്കാം ഇപ്പോൾ വൻ തോക്കുകളിലേക്ക് മുൻ മന്ത്രിയോ നിലവിലെ മന്ത്രിയോ അതുപോലുള്ളവരിലേക്കൊക്കെ കാര്യങ്ങൾ നീളുമ്പോൾ ചെറിയ മന്ദത വരുന്ന. ആ അർത്ഥത്തിൽ ഒരു കേന്ദ്ര അന്വേഷണം ഏജൻസി വന്നാൽ അവർക്ക് അത്തരത്തിലുള്ള ഭയപ്പാടുകളുടെ ഒരു ആവശ്യം വരുന്നില്ല. പക്ഷേ കേരള സർക്കാരിന്റെ അനുവാദത്തോടു കൂടി മാത്രമല്ലേ അത് നടക്കുകയുള്ളൂ. അവിടെ വരുമ്പോൾ എന്ത് നിലപാടെടുക്കും രണ്ടു കൂട്ടരും എന്നുള്ളത് അവിടെ വരുമ്പോൾ വീണ്ടും പഴയ രീതിയിലുള്ള ഒത്തീർപ്പാവുകയാണെങ്കിൽ സംഗതി വീണ്ടും നീളും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, എത്ര നീട്ടിയാലും ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നത് വരെ കുറെ ഒരു ലാഗിങ് ഉണ്ടായി, ശരിയാണ്. ഇനി ഇപ്പൊ ജനുവരി 5 ഈ കേസ് വീണ്ടും ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കണം. ആ സമയത്തേക്ക് ഈ VSSCയിൽ നടന്ന ലാബ് പരിശോധനയുടെയും തുടർ നടപടികളുടെയും ഒക്കെ റിപ്പോർട്ടൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ കുറച്ചുകൂടി ഗൗരവം ഉണ്ടാകും. തീർച്ചയായും ഇതിനും മുകളിലേക്ക് മന്ത്രിതലത്തിലേക്കൊക്കെ ഇത് പോകും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. കാരണം ഇതിനകത്ത് ഈ വലിയ ഉന്നതരുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ആ ഉന്നതരുണ്ട് എന്നുള്ളത് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി, മുരാരി ബാബുവിന്റെ മൊഴി, പകരം വാസുവും പത്മകുമാറും പറയുന്ന മൊഴി, ഈ മൊഴികളിലെല്ലാം ഇവർക്ക് മുകളിൽ ആരോ ഒരാളുണ്ട്, ദൈവതുല്യം ആകുന്ന ഒരാൾ. ആ ദൈവതുല്യമാകുന്ന ഒരാൾ ആരായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. അത് ആരായിരിക്കും? ദൈവതുല്യമായ ആൾ ആരായിരിക്കും എന്നുള്ളത് ഈ പറഞ്ഞ വ്യക്തിക്കാണ് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത്. കാരണം ഒരു വ്യക്തി ദൈവതുല്യമാണ് എന്ന് പറയണമെങ്കിൽ ആ വ്യക്തി ആരാണെന്ന് പറഞ്ഞാളിന് അറിയാമല്ലോ. ഇല്ലെങ്കിൽ ഏതോ ഒരാൾ എന്ന് പറഞ്ഞാൽ പോരാ. അപ്പോ അദ്ദേഹത്തെ വളരെ കാര്യമായിട്ട്, കഠിനമായിട്ടല്ല, ഒന്ന് കാര്യമായിട്ട് ചോദ്യം ചെയ്താൽ കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആവും എന്നുള്ളതാണ്. പെട്ടെന്ന് ആളെ തിരിച്ചറിയാൻ കഴിയും. കാരണം പറഞ്ഞ ആളിനെ
ഇപ്പൊ എന്താ രമേശ് ചെന്നിത്തല പറഞ്ഞു, എനിക്ക് കുറെ തെളിവുകളല്ല കുറെ കാര്യങ്ങൾ കിട്ടി, ഞാനത് SITക്ക് കൈമാറാം. അദ്ദേഹം കോടതിയിൽ അങ്ങോട്ട് എന്ന് പറയാമെന്ന് കത്ത് കൊടുത്തിട്ട് വരാൻ പറഞ്ഞിട്ട് ആദ്യ ദിവസം തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേ ദിവസം ആയതുകൊണ്ട് അതിനെ മന്ദഗതിയിലാക്കി. പിന്നെ ഇപ്പോൾ ഇന്നലെ എന്തായാലും അദ്ദേഹം മൊഴി കൊടുത്തു. അത് ഒരു നല്ല പൗരന്റെ ഒരു പൗരബോധമാണ്. അതായത് ഒരു വിഷയം എന്റെ ശ്രദ്ധയിൽ വന്നു, എന്റെ തെളിവില്ല, പക്ഷെ ഇന്നതുപോലെ വരണ എന്റെ ശ്രദ്ധയിൽ വന്നു, ഞാനത് ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നു, ഇനി ബാക്കി നിങ്ങൾ നോക്കിക്കൊള്ളണം. തീർച്ചയായിട്ടും അത് വലിയ കോൺട്രവേഴ്സിയാണ്. കാരണം 500 കോടി രൂപയ്ക്ക് പുരാവസ്തുവാക്കിയിട്ട് നമ്മളെ സ്വർണ്ണപ്പാളികൾ കടൽ കടത്തി കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രാജ്യദ്രോഹം കൂടിയാണ്. അതെ, വിശ്വാസികൾക്ക് അത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത കാര്യമാണ്. ആ കാര്യം വളരെ കൃത്യമായിട്ട് അന്വേഷണ ഏജൻസികളെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അവിടെയും ഈ പറയുന്നത് പോലെ ഒരു പിടിമുറുക്കം അല്ലെങ്കിൽ ഒരു പിരിമുറുക്കം ഉണ്ടാകുന്നു. ആ അന്വേഷണത്തിന് മൊഴി നൽകാനായിട്ടുള്ള സമയകാലാവധി മാറ്റിവെക്കുന്നു. ആ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സമയമില്ലാതാകുന്നു. ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇതിനകത്ത് യഥാർത്ഥ പ്രതികൾ എന്ന് പറയപ്പെടുന്നത് ഉന്നതന്മാർ തന്നെയാണ്. അപ്പൊ ഈ പറയുന്ന വാസുവും പത്മകുമാറും ഒന്നും അല്ലാത്ത, എന്നാൽ അവരെക്കാളിലൊക്കെ ശേഷിയുള്ള, ചിലപ്പോൾ അതിനൊക്കെ മുകളിൽ പിടിയുള്ള, മുൻപൊക്കെ ചിലപ്പോൾ ഒരു സംസ്ഥാനം തന്നെ ഭരിച്ചിരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഭരിക്കുന്ന അത്തരത്തിലുള്ള ആൾക്കാരായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ ഈ ദൈവതുല്യർ എന്ന് പറയുന്നത്. നമുക്ക് ആ ദൈവതുല്യരെ കൂടി അകത്താക്കേണ്ടതുണ്ട്. അതിന് കഴിയേണ്ടത് ഈ CBI വരുന്നത് കൊണ്ട് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ, അതോ ഇവിടുത്തെ നമ്മൾ അന്വേഷണം കൊണ്ട് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അത് ഇവിടുത്തെ അന്വേഷണം ഇപ്പോൾ പോകുന്ന രീതിക്ക് പോകുകയാണെങ്കിൽ ആളുകളിലുള്ള പ്രതീക്ഷ മങ്ങി. കാരണം ഞങ്ങൾ കടുത്ത കൈകളിലേക്കൊന്നും പോകാനായിട്ട് ധൈര്യപ്പെടുന്നില്ല എന്നുള്ള ഒരു തോന്നൽ വരുത്തിയിട്ടുണ്ട്. ആ അർത്ഥത്തിൽ CBI വന്നാൽ അത് ഈ ഉദ്യോഗസ്ഥർക്ക് ഒരുപക്ഷെ നല്ലതായിരിക്കും. കാരണം ഞങ്ങൾക്കല്ലേ ഉള്ളൂ തടസ്സം, അവർക്ക് തടസ്സമില്ലല്ലോ. ഞങ്ങളും കൂടി വേണേ അവരോട് സഹകരിക്കാം. അങ്ങനെ ഒരു കേന്ദ്ര സംസ്ഥാന ബന്ധം മെച്ചപ്പെടുത്തി ഇപ്പോൾ തന്നെ അവർ തമ്മിൽ ഒരു നല്ല ധാരണ ഉണ്ടല്ലോ. അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, ഈ യഥാർത്ഥ ദൈവതുല്യനായ ആളിനെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ സംയുക്തമായ ഒരു ഇതായാൽ പോലും തെറ്റില്ല എന്നാണ് ഭക്തന്മാരുടെ ആഗ്രഹം. ഒറ്റ വരി കൂടി, ആഗോള അയ്യപ്പ സംഗമം എന്ന് കേട്ടപ്പോൾ അയ്യപ്പനെ ഇപ്പോൾ അന്തർദേശീയ തലത്തിൽ അയ്യപ്പന്റെ വിഗ്രഹമോ അയ്യപ്പന്റെ സ്വർണമോ ഒക്കെ തന്നെ കൊണ്ടുപോയിട്ടുണ്ടോ എന്നുള്ളതും കൂടി നമ്മൾക്ക് കൂട്ടി വായിക്കേണ്ടിയിരിക്കുന്നു. സുഭാഷ് കപൂർ ഒക്കെ ഇടപെട്ടാല് അയ്യപ്പനെ ആഗോളതലത്തിൽ കൊണ്ടുപോകാം. ഇതെവിടെ, അവിടെ ഒരു ലണ്ടനിലെ ന്യൂയോർക്കിൽ ഒരു മ്യൂസിയം ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അവിടെ ഇത്തരത്തിലുള്ള അമൂല്യ വിഗ്രഹങ്ങളും വസ്തുക്കളും ഒക്കെ പ്രദർശിപ്പിക്കുന്നുണ്ടെന്നാണ്. അവിടെ വരെയൊക്കെ ഇത് എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നും കൂടിയൊക്കെ നമ്മൾക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം എന്നുള്ളതിലുപരി അയ്യപ്പനെ ആഗോളതലത്തിൽ വിറ്റ് കാശാക്കിയോ എന്നുള്ള ആ സംഗമം, അതിനകത്ത് ആരൊക്കെ പങ്കെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാർക്ക് അറിയേണ്ടത്.